അതുപോലെ തന്നെ നമുക്കറിയാം, അതുപോലെ തന്നെ ഈ ഡോക്ടർ കെ ജെ യേശുദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 50,000-ൽ പരം സോങ്ങുകൾ ആലപിച്ചിട്ടുണ്ട്, 50,000-ൽ പരം പാട്ടുകൾ ആലപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആസാമീസ്, കൊങ്കിണി, കാശ്മീരി ഈ 3 ഭാഷകൾ ഒഴികെ ഒട്ടുമിക്ക ഭാഷകളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ കെ ജെ യേശുദാസ്, അല്ലെങ്കിൽ ദാസാർ. ഡോക്ടർ കെ ജെ യേശുദാസ് എന്ന് പറയുമ്പോഴേ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ ജെ യേശുദാസിനെയാണ്. ഡോക്ടർ കെ ജെ യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചതാണെന്നറിയാമോ? ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഡോക്ടർ കെ ജെ യേശുദാസിന് 7 തവണ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം, കർണാടകം, ആന്ധ്ര, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തിന് നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച്, ഡോക്ടർ കെ ജെ യേശുദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഡോക്ടർ കെ ജെ യേശുദാസാണ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ഡോക്ടർ കെ ജെ യേശുദാസാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കർണാടക സംഗീതത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം നമ്മൾ പറഞ്ഞറിയിക്കുന്നതിന് മുകളിലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1975-ൽ ഡോക്ടർ കെ ജെ യേശുദാസിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2002-ൽ പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി. 2017-ൽ അദ്ദേഹത്തിന് രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ കെ ജെ യേശുദാസാണ്. ആദ്യത്തെ ഹരിവരാസനം പുരസ്കാര ജേതാവ് ഡോക്ടർ കെ ജെ യേശുദാസ്. 2012-ലാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിക്കുന്നത്. ഹരിവരാസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് എവിടെയാണ്? ശബരിമലയിലാണ്. ഹരിവരാസനത്തിൻ്റെ ഒടുവിലായിട്ട് മംഗളം പാടിയാണ് നടയടയ്ക്കുന്നത്. സ്വാമി അയ്യപ്പൻ ഒരു സിനിമയുണ്ട്. സ്വാമി അയ്യപ്പൻ സിനിമയിൽ ഈ ഹരിവരാസനം എന്ന സോങ് ഡോക്ടർ കെ ജെ യേശുദാസ് ആലപിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല, ശബരിമലയിലെ ആ സോങ് അല്ല. ശബരിമലയിൽ ഇടുന്ന ഹരിവരാസനം എന്ന് പറഞ്ഞാൽ ഡോക്ടർ കെ ജെ യേശുദാസിനെ പ്രത്യേകം വിളിച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സോങ്ങാണ് ഹരിവരാസനമായിട്ട് ഇവിടെ ശബരിമലയിൽ റെക്കോർഡ് ഇടുന്നത് കേട്ടോ. ആ സ്വാമി അയ്യപ്പൻ സിനിമയിലെ സോങ് അല്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഹരിവരാസനം പുരസ്കാരം ജേതാവാണ് ഡോക്ടർ കെ ജെ യേശുദാസാണ്. അതുപോലെ തന്നെ 2025 അതിന് MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. തമിഴ്നാട് സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് MS